നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സിമ്പിൾ ഒരു തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഐ ക്യാച്ച് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണെന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും റിസൾട്ട് യെല്ലോ, റെഡ്, ഓറഞ്ച്. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഐ ക്യാച്ച് ചെയ്യുന്ന തംബ്നെയിലിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു വീഡിയോ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് അതുമായിട്ട് റിലേറ്റഡ് വരും. അതിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് നിങ്ങളുടെ കണ്ണിൽ കാണുന്ന തംബ്നെയിലായിരിക്കും നിങ്ങൾ ആദ്യം വായിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ആ തംബ്നെയിലിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഇമേജ് വലുതാക്കി കൊടുത്തുകൊണ്ട് വലിയ കാര്യമില്ല. അതായത് ഏറ്റവും ചെറിയ സൈസിലായിരിക്കും തംബ്നെയിൽ കാണുന്നത്. ഈ തംബ്നെയിലിലെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഒരാൾ ആദ്യം കാണാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് കളറ് എപ്പോഴും യെല്ലോ, റെഡ്, ഓറഞ്ച് ആയിട്ട് ഐ ക്യാച്ച് ചെയ്യുന്ന ഈ കളറുകൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷമുള്ള പ്രയോറിറ്റിയാണ് നിങ്ങളുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അത് തംബ്നെയിലിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫോട്ടോഷോപ്പിൽ വന്നിട്ട് Ctrl+N പ്രസ് ചെയ്തിട്ട് നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന അളവെന്ന് പറയുന്നത് ഇവിടെ ഫിലിം ആൻഡ് വീഡിയോ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണും ഇതിൽ 1280x720 എന്ന് പറയുന്ന ഈ ഒരു സൈസാണ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് അതുപോലെ തന്നെ സെയിം റേഷ്യോ വരുന്ന മറ്റൊരു അളവാണ് 1920x1080 എന്ന് പറയുന്ന ഈ ഒരു പിക്സൽ റേഷ്യോ. ഈ റേഷ്യോ കണക്ക് വരുമ്പോൾ ഒന്നാണ്, പക്ഷേ ഇതിനേക്കാളും ക്വാളിറ്റി കൂടുതലാണ് ഈ ഒരു സൈസിന്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഈ ഒരു ക്വാളിറ്റി ചൂസ് ചെയ്താണ് ചെയ്യുന്നത്. നമുക്കിവിടെ റെസൊല്യൂഷൻ 72 മതി. എന്നാലും കുറച്ചുകൂടി ബെറ്റർ വ്യൂ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ വ്യൂ നമുക്ക് കിട്ടാൻ വേണ്ടി ഞാനൊരു 300 ഇട്ട് എഡിറ്റ് ചെയ്യാമെന്ന് പതിവ്. ഇനി നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. ഇനി ഈ റൂളറിൻ്റെ ഈ മാർക്കുകളൊക്കെ മാറാനായിട്ട് നമുക്കിവിടെ ഈ ഒരു പോയിന്റ് ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു 2 ആരോ മാർക്കായിട്ട് മാറും. അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ഗൈഡ്സ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ആ വര മൊത്തം അങ്ങ് പൊക്കോളും കേട്ടോ. പക്ഷേ വര എപ്പോഴും നമുക്ക് വേണം, കാരണം കുറച്ച് അലൈൻമെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് മാത്രം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ ക്യാച്ച് ചെയ്യുന്ന കളറുകൾ ഏതൊക്കെയാണ്? യെല്ലോ, റെഡ്, ഓറഞ്ച്. അപ്പം ഞാൻ ഇവിടെ ഒരു യെല്ലോയിഷ് വരുന്ന അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കലർന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിലും നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന റെട്രോ എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റാണ്. നിങ്ങൾ പല യൂട്യൂബ് വീഡിയോസിൻ്റെയും തംബ്നെയിലിൽ ഈ ഒരു എഫക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ റെട്രോ എന്ന് പറയുന്ന എഫക്റ്റ്. ഇത് കിട്ടാനായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇതുപോലെ യെല്ലോ റെട്രോ ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൻ്റെ പല പല രീതികൾ കാണാം. ഇതിൻ്റെ തന്നെ ഇവിടെ റെഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ റെഡ് കളറിലെ റെട്രോ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിന് ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ആപ്റ്റായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഭയങ്കര ഐ ക്യാച്ചിങ് ആണ്. അതായത് എത്ര വീഡിയോസ് വേറെ ഉണ്ടെങ്കിലും ഈ ഒരു സാധനം കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് കണ്ണ് ക്യാച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രോഡക്റ്റ് വേണം. ഞാനിവിടെ ഒരു അൺബോക്സിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് റിവ്യൂവിൻ്റെ തംബ്നെയിലാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ അതിനായിട്ട് ആമസോണിൽ നിന്നും ഒരു മൗസിൻ്റെ കുറച്ച് ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫോട്ടോഷോപ്പിലോട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് എടുത്തുകൊണ്ട് വരാം കേട്ടോ. വലിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. യെസ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയണം. ബാക്ക്ഗ്രൗണ്ട് കളയാൻ വളരെ സിമ്പിളാണ്. ഇവിടെ ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെലക്ട് സബ്ജക്റ്റ് എന്ന് ഈ മുകളിൽ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് തന്നെ സെലക്ട് ചെയ്ത് തന്നോളൂ. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ഫോട്ടോഷോപ്പ് തന്നെ ഈ മൗസും അതിൻ്റെ കൂടെയുള്ള ഈ അഡാപ്റ്ററും സെലക്ട് ചെയ്ത് തന്നു. ഇനി ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കളയാൻ അറിയാമല്ലോ. ആൾട്ട് ഞെക്കി പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ ആ ഒരു സെലക്ഷൻ മൊത്തത്തിൽ പൊക്കോളും. കണ്ടോ, അവിടുത്തെ സെലക്ഷൻ മൊത്തം പോയി. എന്നിട്ട് ഈ മൗസ് മാത്രം ഇപ്പോൾ സെലക്ഷനായി. എന്നിട്ട് ജസ്റ്റ് ജെ അടിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഈ മാസ്കിൻ്റെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, എന്തോണോ ചെയ്യാം. നമുക്കിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കോപ്പി എടുത്താൽ മതിയാവും. നിങ്ങൾക്ക് പെർഫെക്റ്റ് കട്ട് അല്ലാന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്ക് ചെയ്യാം, കാരണം പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതിൻ്റെ സൈഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് കോപ്പി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. Ctrl+J അടിക്കുന്നു, കോപ്പി എടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു മൗസിനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് കൊണ്ടുവരുവാണേ. ഇനി ഇതിനെ ഒന്ന് തിരിച്ച് പ്ലേസ് ചെയ്യണേ. യെസ്. സത്യത്തിൽ അൺബോക്സിങ് പോലുള്ള വീഡിയോസൊക്കെ കാണുന്ന ആളുകൾ എല്ലാവരും ആ വീഡിയോ കാണുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കാണുന്ന പോലെ അല്ലാതെ അതിൻ്റെ ലുക്ക് എങ്ങനെയാണ്, അത് കൈ കിട്ടുമ്പോൾ എന്തൊക്കെ അതിൻ്റെ കൂടെ കാണും, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും, ഇതൊക്കെ അറിയാനാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ തംബ്നെയിൽ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിന്
കുറച്ച് വാല്യൂ കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് ഒരു വാല്യൂ കൊടുത്തല്ലോ, അതായത് ആൾക്കാരുടെ കണ്ണിന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, അതായത് പെട്ടെന്ന് കയറി പിടിക്കുന്ന രീതിയിലുള്ളൊരു മഞ്ഞ കളർ നമ്മൾ ബാക്കിൽ കൊടുത്തു. അത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ വയ്ക്കുന്ന പ്രോഡക്റ്റ്, അത് നമ്മുടെ എന്ത് ടൈപ്പ് വീഡിയോ ആയാലും അതിലെന്താണോ ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ്, ആ കണ്ടൻറ്റ് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഞാൻ സിമ്പിളായിട്ട് ഇവിടെ തന്നെ പ്ലേസ് ചെയ്യാണ്, എൻ്റർ അടിക്കുന്നു. ഇവിടെ പ്ലേസ് ചെയ്തു, നോക്കിക്കോളൂ. ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒന്ന് സൂം ഔട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എത്ര സൂം ഔട്ട് ചെയ്താലും ഈ ഒരു മൗസിനെ തപ്പി വരുന്ന ഒരാളിന് ഈ ഒരു സംഭവം കണ്ടാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു, പ്രോഡക്റ്റ് സെറ്റ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം തന്നെ സിമ്പിൾ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ആയി. നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും സിമ്പിളായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഇതിൽ കൂട്ടാനായിട്ട് ഒരു സംഭവം ചെയ്യാം. നിങ്ങളുടെ വീഡിയോ ഏത് ലാംഗ്വേജ് ആണോ അതിലുള്ള ഒരു ടെക്സ്റ്റ് ബാക്കി കൊടുക്കുക. നിങ്ങളുടെ ഓഡിയൻസ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും എല്ലാവരും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ യൂസ് ചെയ്യുക. മലയാളികൾ കൂടുതലായിട്ട് കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം വേർഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. തംബ്നെയിലിൽ മലയാളം കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മലയാളിയാണെങ്കിൽ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവ മലയാളത്തിൻ്റെ തംബ്നെയിൽ ക്ലിക്ക് ചെയ്യും. അതിനായിട്ട് നിങ്ങൾ ക്രോമിലോട്ട് പോവുക. ക്രോമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മംഗ്ലീഷ് കീബോർഡ് എടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മംഗ്ലീഷ് കീബോർഡിൽ ഞാൻ FML ഫോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ മലയാളം ഫോണ്ടുകളെല്ലാം ഉപയോഗിക്കുന്നത്. അതാണ് എനിക്കും ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളതും കൂടുതൽ സ്റ്റൈൽ ഫോണ്ടുകളൊക്കെ അവൈലബിലിറ്റി ഉള്ളത് FML ഫോണിനാണ് കേട്ടോ. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ടൈപ്പ് ചെയ്യാം? മലയാളത്തിൽ ഈ ഒരു തംബ്നെയിൽ നോക്കിയേ, ഇതുമായിട്ട് ആപ്റ്റ് ആവുന്ന വേണം. ഇതിൻ്റെ പേരൊന്നും ടൈപ്പ് ചെയ്ത് വയ്ക്കരുത്, കാരണം ഇതിൻ്റെ പേര് അറിയുന്നവനായിരിക്കും അത് വരുന്നത്. ഇത് ഏത് മൗസാണ് എന്താണെന്ന് അറിയുന്നവനാണ് സെർച്ച് ചെയ്ത് വരുന്നത്. അതിൻ്റെ അവിടെ നമ്മൾ ഇവിടെ കൊണ്ട് ഇതിൻ്റെ പേര് വെണ്ടയ്ക്ക ശരത്ത് എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. അവിടെ നമ്മൾ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു സംഭവം നമ്മൾ വയ്ക്കണം. നമുക്ക് എന്ത് വയ്ക്കാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്കിവിടെ ഇങ്ങനെ കൊടുക്കാം. ഇത് ഒരെണ്ണം മതി. ഇത് നമുക്ക് അവിടെ അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുമോ ആദ്യം നമ്മൾ പോയി നോക്കണം കേട്ടോ. അതിനായിട്ട് ഇവിടെ കോപ്പിയുടെ ഇവിടെ വന്നിട്ട് കോപ്പി ആസ് FML എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഫോട്ടോഷോപ്പിൽ വന്നിട്ട് നമ്മളിവിടെ ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്തിട്ട് നമ്മൾ CTRL-V അടിച്ച് പേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. പേസ്റ്റ് ചെയ്തിട്ട് ഞാനിവിടെ FML ഫോണ്ട് ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ FML ഫോണ്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട്. FML ഫോണ്ട് എങ്ങനെ ഇടണം എന്നുള്ളതൊക്കെ അതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. എന്നിട്ട് ഞാൻ കുറച്ചിത് വലുതാക്കി വയ്ക്കുവാണേ. ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ മുകളിൽ കൊണ്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ കുറച്ച് അടിയിലോട്ട് ടെക്സ്റ്റ് പോയാലും വലിയ വിഷയമില്ല കേട്ടോ, വായിക്കാൻ പറ്റിയാൽ മതി. നമുക്ക് ഈ ഒരു സൺബസ്റ്റിൻ്റെ ഇതുണ്ടല്ലോ, ഇതിനെങ്ങനെ വലിച്ചു നീട്ടി താഴോട്ടാക്കാം. അപ്പം ഈ ഒരു ഷെയ്ഡ് താഴോട്ട് വരണുണ്ടോ, നമുക്ക് സബ്ജക്റ്റിനെ താഴോട്ട് വയ്ക്കാനുള്ളതാണ്. ഈ സബ്ജക്റ്റിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു സൺറൈസ് കണക്കത്തെ എഫക്റ്റ് ബാക്കി കിടക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അങ്ങനെ വെച്ചിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ്. ശകലോടൊന്ന് വലുതാക്കി വയ്ക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെയാലും ഈ ഫോണിനൊരു സ്ട്രോക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ ഈ ഒരു ലെയറിൽ വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ലെയർ സ്റ്റൈൽ ഓപ്പൺ ആയിട്ട് വരും. അതിൽ സ്ട്രോക്ക് ഉണ്ടാവും. ഇവിടെ സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യുന്നു. സ്ട്രോക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളതിൻ്റെ സൈസ് ആ ഇമേജിൻ്റെ അനുസരിച്ച് നമ്മൾ ടെക്സ്റ്റ് നമുക്ക് എങ്ങനെ മാത്രം ഹൈലൈറ്റ് ആയി വരണോ അതിനനുസരിച്ച് കൊടുക്കുക. ഒരുപാട് വൃത്തിയടക്കി ഇങ്ങനെയൊന്നും വെക്കരുത്, അത് സ്റ്റാൻഡേർഡ് പോവും. ചെറിയ രീതിയിലൊരു സ്ട്രോക്ക് കൊടുക്കുക. ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഫൈൻ. ഇനി നിങ്ങൾ നോക്കിയത് സാധാരണ ഒരു മലയാളി ഒരു മൗസ് സെർച്ച് ചെയ്യുകയാണ്, അതായത് നല്ലൊരു ബെസ്റ്റ് മൗസ് സെർച്ച് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ സജസ്റ്റ് ചെയ്ത് വന്നു എന്ന് വിചാരിക്കുക. ആ മലയാളി എന്തൊക്കെയാലും ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്യും. മനസ്സിലായോ? ഇതിൽ ക്ലിക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഈ ഒരു കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ റെഡും ഓറഞ്ചും ഇനി ബാക്കി കിടപ്പുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഏത് ചൂസ് ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞ ആ കളറുകളിൽ ഒരെണ്ണം ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടൊരു സംഭവമാണ് നമ്മൾ ചെയ്തത്. എനിവേ, ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ കൂടി ഞാൻ പറഞ്ഞുതരാം. ബെസ്റ്റ് സെല്ലറിൽ കിടക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൗസ് എന്നാണ് കേട്ടോ. ഗെയിമിങ്ങിനൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന, ഈ സൈഡിലൊക്കെ കീ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൗസ് കൂടിയാണിത്. ആമസോണിൽ ഏകദേശം 7000 സംതിങ് റിവ്യൂ തന്നെ കിടപ്പുണ്ട്. അതിലും മുകളിൽ സെയിൽസ് നടന്നിട്ടുണ്ട് ഈ ഒരു സാധനത്തിന്. അടിപൊളി സാധനമാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അഫിലിയേറ്റ് ലിങ്കാണ്, എനിക്കും കുറച്ച് സപ്പോർട്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. പിന്നെ നമ്മളുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക്
ചാനലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു GPU ഗ്രാഫിക്സ് കാർഡ് ഞാൻ ഗിവ് അവേ ഇട്ടിട്ടുണ്ട്. ഒത്തിരി ഓൾഡ് മോഡലാണ്, പക്ഷേ ഇപ്പോഴും സ്റ്റിൽ അത് ഒരുപാട് പേർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഞാൻ ഡാവിഞ്ചി റിസോൾവ് വരെ അതിനകത്ത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ഗ്രാഫിക്സ് കാർഡിൽ. ഇപ്പോഴാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തത് ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രാഫിക്സ് കാർഡ് ഞാൻ ഗിവ് അവേ ആയിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം. അവിടെ കയറി ഒന്ന് വീഡിയോ കണ്ട് കമൻറ്റ് ഇടുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും അത് കിട്ടുന്നത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടാറ്റ.